വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ കറുത്ത നിറമായി പോയതിന്റെ പേരിൽ വേദനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്തിനാ പൊന്നുമോളെ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ലാ തഹ്സൻ, മോനെ നീ ഭയപ്പെടണ്ട, ഫഇന്നഹു കാന മിൻ ഖൈരിൻ നാസ്. ഈ സൗന്ദര്യമില്ലാത്തവര്, ഈ ഗ്ലാമറില്ലാത്ത എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? മോനെ ഗ്ലാമറില്ല എന്ന് പറഞ്ഞ് നീ പ്രയാസപ്പെടണ്ട. നിന്നെ പോലെ ഗ്ലാമറില്ലാതിരുന്ന എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഗ്ലാമറില്ലാത്ത 4 പേര്, ഗ്ലാമറില്ലാത്ത 4 പേര്, കറുത്തവരായ 4 പേര്, സൗന്ദര്യമില്ലാത്ത 4 പേര്, മുടിയെല്ലാം ചുരുണ്ടുപോയ 4 പേര്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, അവരെ നോക്കിയിട്ടാണ് പറഞ്ഞത്, സ്വഹാബാ മിൻ അഹ്ലിൽ ജന്ന. കറുത്തവരായ 4 ആൾക്കാർ, അവരിൽ 3 പേരെ നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇവര് 3 പേരും സ്വർഗ്ഗത്തിന്റെ അവകാശികളാ. ഈ കറുത്തവരായ സൗന്ദര്യമില്ലാത്ത മുടിയെല്ലാം ചുരുണ്ടുപോയ നീഗ്രയെ പോലെ ഇരിക്കുന്ന, കറുത്ത് കരിക്കട്ടയെ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ, ഇവര് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ആരാ ചെറുപ്പക്കാരാ സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരായ സ്വർഗ്ഗത്തിന്റെ അവകാശികളായ 4 വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ. അതിലെ ഒന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ടവരെ, ബിലാൽ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്ക്. ഗ്ലാമറില്ലാത്ത സഹാബിയല്ലോ, കറുത്തവനായ സ്വഹാബിയല്ലോ, മുടിയൊക്കെ ചുരുണ്ടുപോയ സ്വഹാബിയല്ലോ, നീഗ്രോയെ പോലെ ഇരിക്കുന്ന സ്വഹാബിയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ബിലാലെ നീ സ്വർഗ്ഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബിലാൽ തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? അതുകൊണ്ട് ഗ്ലാമറില്ലാത്തതിന്റെ പേരിൽ നീ ഭയപ്പെടണ്ട, നീ ഒരിക്കലും വിഷമിക്കണ്ട. ആ ബിലാലിനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കൊടുത്ത സ്ഥാനം. എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ കഅബാലയത്തിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ, അതാ കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കടന്നു വന്നപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ 100 കണക്കിന് സ്വഹാബികൾ നിൽക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പഠിച്ചവനെ ഇങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് സ്വഹാബികൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറയും എന്ന് കരുതിയിട്ട് എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് മുത്തുനബി ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്കാം. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ബിലാലേ കേറു, ബിലാലേ കേറു, ബിലാലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അവിടുന്ന് ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാനുള്ള അവസരം കൊടുത്തത് ഈ കറുത്തവനായ, ഈ നൂകിരയായ, ഈ മുടിയെല്ലാം ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആ 4 പേരിൽ ഒന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ സയ്യിദുനാ ബിലാൽ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന പല പെൺകുട്ടികൾക്കും പല ചെറുപ്പക്കാർക്കും ഇങ്ങനെ ഒരു പരാതിയുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മളിൽ പലർക്കും അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ, നമുക്കും അങ്ങനെ ചിലർക്കൊക്കെ ഒരു പ്രയാസം മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട്. ആ ചെറുപ്പക്കാരന് തോന്നിയതുപോലെ ആ ചെറുപ്പക്കാരൻ അല്ലാഹു സമ്പത്ത് കൊടുത്തിരുന്നു, നല്ല ആരോഗ്യം കൊടുത്തിരുന്നു, നല്ല ഒരു യുവാവായിരുന്നു. എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ മനസ്സിലെ പ്രയാസം എന്താണെന്ന് സ്വഹാബി വര്യനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അവിടുന്ന് തലതാത്തി പിടിച്ചിട്ട് പറയുന്ന, തങ്ങളെ, എന്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രയാസം എന്തെന്നറിയാം?
എന്തെന്നറിയുമോ? എന്റെ മനസ്സിലെ ദുഃഖം എന്തെന്നറിയുമോ? എനിക്ക് സൗന്ദര്യം വളരെ കുറവാണല്ലോ, ഞാനുമല്ലാതെ കറുത്തവനാണല്ലോ, എന്റെ നിറം കറുത്തു പോയല്ലോ, എന്റെ മുടിയൊക്കെ ചുരുണ്ടു പോയല്ലോ. ആ സൗന്ദര്യമില്ലാത്തത് കാരണമാണ് എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു പ്രയാസമെന്ന് ആ ചെറുപ്പക്കാരൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന പല ചെറുപ്പക്കാരും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുമ്പോ നമ്മളിൽ പലർക്കും അങ്ങനെ തോന്നാറുണ്ടല്ലോ, പടച്ചവനെ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ, എനിക്ക് സൗന്ദര്യമില്ലല്ലോ, ഞാൻ വെളുത്തവനല്ലല്ലോ. പല പെൺകുട്ടികളും ചിന്തിക്കാറുണ്ട്, അല്ലാഹുവേ എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത്, പക്ഷേ എനിക്ക് കറുപ്പാണല്ലോ, കറുത്തതിന്റെ പേരിൽ പല കല്യാണവും മുടങ്ങിപ്പോകുന്ന രംഗങ്ങളുണ്ടല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നിറം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഗ്ലാമർ നോക്കണ്ട എന്നല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ സൗന്ദര്യം നോക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ചാൽ, ചെറുപ്പക്കാരെ എല്ലാരും ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നോക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും. പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ, പടച്ചോനെ എനിക്ക് നിറം കറുപ്പാണല്ലോ അല്ല, ബ്ലാക്ക് ആണല്ലോ അല്ല. പലരും വന്ന് പെണ്ണ് നോക്കും, എങ്ങനെയുണ്ട്, പെണ്ണൊക്കെ കൊള്ളാം, പക്ഷെ നിറം ഇത്തിരി കുറവാ. ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ. ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഗ്ലാമർ നോക്കും. ഇപ്പൊ പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഗ്ലാമർ നോക്കി കെട്ടരുത് മോനെ. ഗ്ലാമർ മാത്രം നോക്കിയിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായി ഒരുങ്ങി കെട്ടി വെളുത്തു തുടുത്തിരിക്കണ പെണ്ണിനെ കെട്ടാറുണ്ട്. പക്ഷേ നമുക്ക് അള്ളാഹ് ആരാന്നറിയാവോ, ദീൻ എന്തെന്നറിയോ, നിസ്കാരം എന്തെന്നറിയോ അറിയില്ല. അങ്ങനെ ഉള്ളവളെ കെട്ടിയിട്ട് സക്കറാത്തിന്റെ വലി വലിക്കണ ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞതാരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. ദീനില്ലാത്ത ഗ്ലാമർ ഉള്ള പെണ്ണിനെ കെട്ടണ്ട. കാരണം എന്തേ? സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചറിയാം, പള്ളിയിലെ ഖതീബിനോട് ചോദിച്ചറിയാം, എന്റെ പ്രിയപ്പെട്ടവരെ മസ്ലഹത്ത് വരുമ്പോ കടന്ന് എന്ത് കഷ്ടപ്പാടെന്നറിയും. വല്ലാത്ത അത്ഭുതം. എന്റെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി. 55 വയസ്സുള്ള ഒരു കാക്ക ഇന്നലെ തലാക്ക് മസ്ലഹത്തിന് വന്നത്. 55 56 വയസ്സുള്ള ഒരു സഹോദരൻ എന്റെ കൈയും പിടിച്ചിട്ട് പറയുന്നു, ഉസ്താദ് ഒന്ന് നിന്നിട്ട് പോകാൻ. ഞാൻ ചിന്തിച്ചു നോക്കി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഉസ്താദന്മാർ. അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്ന ഡോക്ടർമാരൊക്കെ പറയും 3 കാര്യം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല. ഹദീസ് അല്ലട്ടാ, ഇനി ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കരുത്, ഇത് ഹദീസ് അല്ല. കാരണം വ്യക്തമായി കേട്ടോ, ഇത് ഡോക്ടർമാർ പറയും 3 കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല എന്ന. 3 കാര്യങ്ങൾ പെണ്ണിനോട് പറയാൻ പാടില്ല. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, ചില സമയങ്ങളിൽ ചെറുപ്പക്കാരിങ്ങനെ ഇരുന്നിട്ട് പറയും, ആമിന നിനക്ക് എന്തൊരു ഗ്ലാമർ ആമിന, ഓ നിന്നെക്കാളും സുന്ദരിയായ ഒരു പെണ്ണി ലോകത്തുണ്ടോ, ഈ പൊട്ടനായി എനിക്ക് നിന്നെ എങ്ങനെ കിട്ടി. ചുമ്മാതെ പറയണതാ, വെടയടിക്കണ. ഈ ഭാര്യയോട് ഇങ്ങനെ പറയും. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ ഓൾ അറസിന്റെ മുന്നിലോട്ട് കയറും. പടച്ചനെ, കണ്ണാടിയുടെ മുന്നിലിട്ട് നിന്നിട്ട് നോക്കാം, എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ. അവസാനം എന്ത് സംഭവിക്കുന്ന, ഒരു കല്യാണ വീട്ടിൽ പോയാൽ ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ പുറകിൽ നടക്കും, ഒരുമിച്ച് നടക്കാറില്ല. കാരണം ജോഡികളല്ല. അതുകൊണ്ടാണ് ഈ എല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും പറയാൻ പാടില്ല എന്ന്. ഞാനിപ്പോ പറഞ്ഞു വന്നത്, ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് പെങ്ങന്മാരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, കറുത്ത പെണ്ണ്, കറുപ്പിനല്ലേ ഇപ്പൊ 7 അഴക്, അങ്ങനെയല്ലേ പറയാ ഇവിടെ? അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയും? കറുപ്പിന് 7 അഴകെന്നാ പറഞ്ഞ. ഏറ്റവും നല്ല ഗ്ലാമർ കറുപ്പിന. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ, കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്ന ഡോക്ടർമാർ പറയുന്നത്. ഒരാൾക്കാർ പറയുന്നത് കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ളൊരു ജീവിതം. കാരണം എന്തെന്നറിയുമോ, അവൾ ചിന്തിക്കുന്നത്, പടച്ചവനെ എനിക്ക് സൗന്ദര്യമില്ലെങ്കിലും ഒരു നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ, എന്റെ ഭർത്താവിനെ എനിക്ക് തൃപ്തിപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ, മോഹങ്ങൾ എന്താ, സ്വപ്നങ്ങൾ എന്താ, എന്തിനും അവൾ തയ്യാറാകും. കാരണം അവൾക്ക് ആ ഭർത്താവിനെ വേണം, അവളുടെ ജീവിതം വലിയ സന്തോഷത്തിലാണെന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്ന, തങ്ങളെ
എന്റെ മനസ്സിലെ ഏറ്റവും വലിയ എന്റെ മനസ്സിൽ ഇങ്ങനെ വേദന ഉണ്ടാക്കുന്ന കാര്യം എന്തെന്നറിയുമോ? പണമില്ലാത്തതല്ല, എനിക്ക് ആരോഗ്യമില്ലാത്തതല്ല. അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ കറുത്തവനാണല്ലോ, എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ, അതിന്റെ പേരിൽ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മഹാനവറുകളോട് പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അതാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? ലാ തഹ്സൻ ഫഇന്നഹു കാന മിൻ ഖൈരിന്നാസ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത, മോനെ നീ ഭയപ്പെടണ്ട, എന്തിനാടാ നീ വേദനിക്കുന്നത്, എന്തിനാ നീ പ്രയാസപ്പെടുന്നത്? നിറമില്ലാത്തതിന്റെ പേരിൽ, കറുത്ത നിറമായി പോയതിന്റെ പേരിൽ വേദനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്തിനാ പൊന്നുമോളെ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ലാ തഹ്സൻ, മോനെ നീ ഭയപ്പെടണ്ട, ഫഇന്നഹു കാന മിൻ ഖൈരിന്നാസ്. ഈ സൗന്ദര്യമില്ലാത്തവര്, ഈ ഗ്ലാമറില്ലാത്ത എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? മോനെ ഗ്ലാമറില്ല എന്ന് പറഞ്ഞ് നീ പ്രയാസപ്പെടണ്ട, നിന്നെ പോലെ ഗ്ലാമറില്ലാതിരുന്ന എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഗ്ലാമറില്ലാത്ത 4 പേര്, ഗ്ലാമറില്ലാത്ത 4 പേര്, കറുത്തവരായ 4 പേര്, സൗന്ദര്യമില്ലാത്ത 4 പേര്, മുടിയെല്ലാം ചുരുണ്ടുപോയ 4 പേര് അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ. അവരെ നോക്കിയിട്ടാണ് പറഞ്ഞത്, സ്വഹാബാ മിൻ അഹ്ലിൽ ജന്ന. കറുത്തവരായ 4 ആൾക്കാർ, അവരിൽ 3 പേരെ നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇവര് 3 പേരും സ്വർഗത്തിന്റെ അവകാശികളാ. ഈ കറുത്തവരായ സൗന്ദര്യമില്ലാത്ത, മുടിയെല്ലാം ചുരുണ്ടുപോയ, നീഗ്രയെ പോലെ ഇരിക്കുന്ന, കറുത്ത് കരിക്കട്ടയെ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ, ഇവര് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ആരാ ചെറുപ്പക്കാരാ സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരായ സ്വർഗത്തിന്റെ അവകാശികളായ 4 വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ. അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ടവരെ, ബിലാൽ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്ക്. ഗ്ലാമറില്ലാത്ത സഹാബിയല്ലോ, കറുത്തവനായ സ്വഹാബിയല്ലോ, മുടിയൊക്കെ ചുരുണ്ടുപോയ സ്വഹാബിയല്ലോ, നീഗ്രോയെ പോലെ ഇരിക്കുന്ന സ്വഹാബിയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ബിലാലേ നീ സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബിലാൽ തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? അതുകൊണ്ട് ഗ്ലാമറില്ലാത്തതിന്റെ പേരിൽ നീ ഭയപ്പെടണ്ട, നീ ഒരിക്കലും വിഷമിക്കണ്ട. ആ ബിലാലിനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കൊടുത്ത സ്ഥാനം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന് കഅബാലയത്തിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ അതാ കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ 100 കണക്കിന് സ്വഹാബികൾ നിൽക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പടച്ചവനെ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് സ്വഹാബികൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറയും എന്ന് കരുതിയിട്ട് എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക്, മുത്തുനബി ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്കാം. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ബിലാലേ കേറു, ബിലാലേ കേറു, ബിലാലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അവിടെ ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാനുള്ള അവസരം കൊടുത്തത് ഈ കറുത്തവനായ, ഈ നൂകിരയായ, ഈ മുടിയെല്ലാം ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ആ 4 പേരിൽ ഒന്നാമത്തെ മനുഷ്യനായ മഹാനായ സയ്യിദുനാ ബിലാൽ, മഹാനായ ബിലാൽ
ബിലാൽ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാലിന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി നമസ്കാരം കഴിഞ്ഞ് തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട്, ഞാൻ ഇന്നലെ സ്വർഗ്ഗത്തിൽ പോയി, ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടതിനെ കുറിച്ച് പ്രവാചകൻ തന്റെ അനുയായികളോട്, തന്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് സ്വഹാബത്തിനോട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ബിലാലേ, ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നെ കണ്ട് ബിലാലേ, എന്റെ മുന്നിലൂടെ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു ബിലാല്. നിന്നെ കുറിച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അത് ബിലാലാണെന്ന് എന്നോട് പറയുകയാ എന്ന് പ്രവാചകന് സ്വർഗ്ഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. മൂന്നാമത്തെ സ്വഹാബിയെ കുറിച്ചാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹുവേ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ടവരെ, ആരാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ? ആരാ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ആ 114 അധ്യായത്തിലെ ഒരു അധ്യായത്തിന്റെ പേരെന്താ? സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ പൊന്നാര മകനെ ഉപദേശിക്കുന്നത്? ഒരുപാട് ഉപദേശങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ മക്കളെ ഉപദേശിക്കുന്നതെന്ന് പഠിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു ആ കറുത്തുപോയ നിറമില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, 4 കറുത്ത ആൾക്കാരെയാണ് അള്ളാഹു ജനങ്ങളിൽ ഒരുപാട് ഉയർത്തിയത്. സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരെ അള്ളാഹു വല്ലാതെ ഉയർത്തി. അള്ളാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ മനുഷ്യൻ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു അവിടുത്തെ മഹത്വം കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ.